ഹായ്. റഷീദ് പാറക്കൽ കഥയും സംവിധാനവും ചെയ്ത് 2024 പുറത്തിറങ്ങിയ കുട്ടന്റെ ഷിനിഗാമി എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയില് ഇന്ദ്രൻസ്, അതേപോലെ ജാഫർ ഇടുക്കി, ശ്രീജിത്ത് രവി, അനീഷ് ജി മേനോൻ, ശിവജി ഗുരുവായൂര്, പിന്നെ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ അഷ്റഫ് പിള്ളക്കൽ, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ സിനിമ കാണാനുള്ള ഒരു കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര് തന്നെയാണ്, കുട്ടന്റെ ഷിനിഗാമി. എന്താണ് ഈ ഷിനിഗാമി എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഷിനിഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലൻ എന്നാണ്. ഇതെന്തോ ജപ്പാനീസ് ഭാഷയാണെന്ന് തോന്നുന്നു, ഷിനിഗാമി ജപ്പാനീസോ അങ്ങനെ എന്തോ ഒരു ഭാഷയിലാണ് ഈ പേര് വന്നിട്ടുള്ളത്, ഷിനിഗാമി എന്നുള്ളത്. ഷിനിഗാമി എന്ന് പറഞ്ഞാൽ കാലൻ എന്നുള്ള ഒരു പേരാണ് ഈ കഥയ്ക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ സിനിമ കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു സിനിമയാണ്. 1.25 മണിക്കൂറുള്ളൂ ഈ സിനിമ. അതുപോലെ തന്നെ ഈ സിനിമയുടെ കഥയാണെങ്കിലും നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ അതിൽ കുറച്ച് ഇമോഷൻസും കുറച്ച് കോമഡീസും എല്ലാം ഈ സിനിമയിലുണ്ട്. ഒരു ബോറടിയോ കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ മുഴുവനായിട്ട് ഇരുന്ന് കാണാനും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്, കുഴപ്പമില്ല, ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ. ചില സീനൊക്കെ ഞാൻ അത്യാവശ്യം ചിരിച്ചു പോയിട്ടുണ്ട്. ചില സീനിൽ ഈ പറയുന്ന പോലെ ഇമോഷൻസും വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജാഫർ ഇടുക്കിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ആ ഒരു മൂവിയുടെ ഒരു കട്ട് സീൻ. അപ്പോൾ അത് ഏതാ സിനിമ എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ ആ ഒരു ഭാഗം വന്നപ്പോൾ ഇത് ഈ സിനിമയിലായിരുന്നല്ലേ എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. മൂപ്പര് ആ ഒരു ഹോസ്പിറ്റൽ സീനും പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസ് വരുന്നതും പിന്നെ അല്ലറ ചില്ലറൊക്കെ വരുന്ന ഓരോ കോമഡി സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ജാഫർ ഇടുക്കി ഇതിൽ ചെയ്തിട്ടുണ്ട്. ജാഫർ ഇടുക്കി ഈ സിനിമയിൽ കുട്ടനാണ് കേട്ടോ. ഇതിന്റെ കഥ വളരെ രസമാണ്. കുട്ടൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരിച്ചു പോകുന്നു. പക്ഷെ ഇത് കുട്ടന് ആദ്യം മനസ്സിലാവുന്നില്ല ഞാൻ മരിച്ചു പോയി എന്നുള്ളത്. കുട്ടന് വീട്ടിലത്തെ ബഹളം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് എണീറ്റ് വരുന്നത്. എണീറ്റ് വന്നിട്ട് എല്ലാവരോടും എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കുട്ടൻ മരിച്ചു കിടക്കുന്നു. അപ്പോഴും കുട്ടന് ഞാൻ മരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഉത്ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല ആ ആത്മാവിന്. അങ്ങനെ നമ്മുടെ ഇന്ദ്രൻസിനെ കാണുന്നുണ്ട് അവിടെ വെച്ചിട്ട്. ഇന്ദ്രൻസ് ആണ് നമ്മുടെ ഇവിടുത്തെ ഷിനിഗാമി, കാലൻ. അങ്ങനെ ഇന്ദ്രൻസ് പറയുന്നുണ്ട്, കുട്ട നീ മരിച്ചുപോയി, നിന്റെ ആത്മാവാണ് ഇപ്പോൾ ഉള്ളത്, നീ ആരോട് സംസാരിച്ചു കഴിഞ്ഞാലും നിനക്ക് അവർക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്ന കുറച്ച് കോമഡീസും കാര്യങ്ങളും പിന്നെ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഈ സിനിമയിലുണ്ട്. അതുപോലെ ലാസ്റ്റിൽ നമ്മുടെ പ്രൊഡ്യൂസർ ആയ കാരണം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, അങ്ങേർക്ക് നല്ലൊരു ഫൈറ്റും കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ഫൈറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇടക്ക് നമ്മൾ പലയിടത്തും മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭാഷണങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് സംഭാഷണങ്ങൾ വരുന്നത് എന്നുള്ളതൊന്നും ഒരുവിധം ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയിൽ അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്ദ്രൻസ് പറയുന്നുണ്ട്, നീ നിന്റെ വീട് പരിസരം ഒന്ന് കറങ്ങും, അപ്പൊ അറിയാൻ പറ്റും നീ എങ്ങനെയാണ് മരിച്ചെന്നുള്ളത് അല്ലെങ്കിൽ നിന്നെ കുറിച്ച് എന്താണ് ആൾക്കാർ പറയുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ പലരും പല കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മരിച്ച വീട്ടിൽ നടക്കുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതും നല്ല രസകരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇവൻ എന്തെങ്കിലും പ്രശ്നം കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ പറയുന്നുണ്ട് കൊന്നതാന്ന് പറയുന്നുണ്ട്. ചിലർ ഫുട്ബോൾ കളിയുടെ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ലാസ്റ്റ് ഇവൻ എങ്ങനെയാണ് മരിക്കാനുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഇവന്റെ തൊട്ടടുത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് നമ്മുടെ വില്ലൻ കഥാപാത്രം ഉള്ളത്. അവന്റെ ഒരു വീട്ടിലാണ് ഇവര് വാടകയ്ക്ക് നിൽക്കുന്നത്. ഈ കുട്ടന്റെ മകളെ അവന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വില്ലൻ കഥാപാത്രം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജാഫർ ഇടുക്കി മരിക്കുന്നത്. അതായത് ഈ വില്ലൻ ഒരു സിഗരറ്റിൽ വിഷം കൊടുക്കുന്നുണ്ട്. ആ സിഗരറ്റ് ഇവൻ വലിച്ചിട്ടാണ് നമ്മുടെ ജാഫർ ഇടുക്കി മരിക്കുന്നത്. പക്ഷെ സംശയം ആരാണ് കൊന്നത് എന്നുള്ളത് സംശയമായിട്ട് വരുന്ന കാരണം കൊണ്ട് നമുക്ക് പല സീനുകളും ആ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. ആദ്യം വിചാരിക്കും സ്വന്തം ഭാര്യയാണെന്നുള്ളത്, പിന്നെ വിചാരിക്കും അവരുടെ കൂടെ നടക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട് അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ രസമായിട്ട് തന്നെ ഈ സിനിമ കൊണ്ടുപോവുകയും വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ അവസാനിപ്പിക്കുകയും ചെയ്തൊരു മൂവിയാണ് നമ്മുടെ കുട്ടന്റെ ഷിനിഗാമി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. 2024 ഇറങ്ങിയ മൂവി കൂടിയാണ്. അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്, എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.